എക്സസൈസ് 5.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്കിംഗ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ. അതായത് താഴെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 4 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 സിറ്റുവേഷൻസിൽ നമ്മൾ ഓരോ സിറ്റുവേഷൻസും വെച്ചിട്ട് നമ്മൾ സീക്വൻസസ് ഉണ്ടാക്കും. ആ സീക്വൻസസ് അരിത്തമെറ്റിക് സീക്വൻസ് ആകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് ₹15 ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ആൻഡ് ₹8 ഫോർ ഈച്ച് അഡീഷണൽ കിലോമീറ്റർ. അപ്പോൾ ടാക്സി ഫെയർ കൊടുത്തിരിക്കുന്നത് 1 കിലോമീറ്റർ ഫസ്റ്റ് കിലോമീറ്ററിന് 15 രൂപയാണ് ഫെയർ. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് കിലോമീറ്റർ, തേർഡ് കിലോമീറ്റർ അങ്ങനെ പോകുമ്പം ഈ 8 റുപ്പീസ് വീതം ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആദ്യത്തെ കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 15 റുപ്പീസ് വേണം. ബാക്കിയുള്ള കിലോമീറ്റേഴ്സിനെല്ലാം ചാർജ് ചെയ്യുന്നത് ₹8 വീതമാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കിലോമീറ്റർ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ₹15 ആണ്. 2 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കിലോമീറ്ററിൻ്റെ 15 റുപ്പീസ് ഫെയറും സെക്കൻഡ് കിലോമീറ്ററിൻ്റെ 8 റുപ്പീസ് ഫെയറും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 2 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ 23 റുപ്പീസ് വേണം. അങ്ങനെയാണെങ്കിൽ 3 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാനോ 15 + 8 + 8 അപ്പോൾ ടോട്ടൽ 31 റുപ്പീസ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു സീക്വൻസ് എഴുതാം. 15, 23, 31 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സീക്വൻസ് കിട്ടും. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണെങ്കിൽ എന്തുകൊണ്ട്? നമുക്കറിയാം എല്ലാ സീക്വൻസസും അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ അതിനൊരു കോമൺ ഡിഫറൻസ് വേണം, അല്ലേ? കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്ത് നോക്കുമ്പം കിട്ടുന്ന ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 15 ആണ്, സെക്കൻഡ് ടൈം 23. അപ്പം സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എത്ര? 23 - 15 = 8 വരും. അടുത്തത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 31 - 23 = 8 വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 8 ആണെന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 8 ആയതുകൊണ്ട്, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഈ സീക്വൻസിന് ഉണ്ടായതുകൊണ്ട് ആ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സിലിണ്ടറിൽ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ പ്രസൻ്റ് ആണ്. ആ സിലിണ്ടറിൽ നിന്ന് വാക്വം പമ്പ് വെച്ചിട്ട് സിലിണ്ടറിൽ എത്ര എമൗണ്ട് ഓഫ് എയർ ഉണ്ടോ അതിൻ്റെ 1/4 എയർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ടൈമിൽ. അപ്പം അടുത്തതിൽ ബാക്കിയുള്ളതിൻ്റെ 1/4 റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോകുന്ന ഒരു സീക്വൻസാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് എയർ പ്രസൻറ്റ് ഇൻ എ സിലിണ്ടർ വെൻ എ വാക്വം പമ്പ് റിമൂവ്സ് 1/4 ഓഫ് ദ എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അപ്പം ഒരു നിശ്ചിത ടൈമിൽ ആ സിലിണ്ടറിൽ ഉണ്ടായിരിക്കുന്ന എയറിൻ്റെ 1/4 വാക്വം പമ്പ് വെച്ചിട്ട് നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയർ കാണും ആ സിലിണ്ടറിൽ. പിന്നീട് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളതിൻ്റെ 1/4 എയർ ആണ് വീണ്ടും റിമൂവ് ചെയ്ത് പോകാൻ. അപ്പം അങ്ങനെ റിമൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പം ഫസ്റ്റ് ടേം എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ എക്സ് എമൗണ്ട് ഓഫ് എയറിൽ നിന്ന് നമ്മൾ 1/4 ഓഫ് എക്സ് റിമൂവ് ചെയ്യുമല്ലേ. അപ്പം സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്ത് വരും? x - 1/4 എക്സ് എന്ന് പറയും. അതെത്രയാണ്? 3/4 എക്സ്. അപ്പോൾ പിന്നീടുള്ളത് എന്താ? 3/4 എക്സ് ആണ് പിന്നീട് അവിടെ ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടി 3/4 എക്സ്. ഇനി അടുത്ത തേർഡ് ടേം കിട്ടാനായിട്ട് ഇപ്പോൾ ഉള്ളത് എന്താണോ അതിൻ്റെ 1/4 റിമൂവ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ട്? 3/4 എക്സ് ആണിപ്പോൾ ഉള്ളത്. അതിൻ്റെ 1/4 ടൈംസ് റിമൂവ് ചെയ്യുക. അപ്പം എങ്ങനെ വരും? തേർഡ് ടേം 3/4 എക്സ് മൈനസ് 1/4 ഓഫ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 1/4 ഇൻറ്റു ഇപ്പോൾ ഉള്ളത് എത്ര? 3/4 എക്സ്. അപ്പോൾ 3/4 എക്സ് മൈനസ് 1/4 ഇൻറ്റു 3/4 എക്സ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9/16 എക്സ്. ഇനി ഇപ്പോൾ 9/16 എക്സ് ആണുള്ളത്. അപ്പം ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ 9/16 എക്സ് മൈനസ് 1/4 ഓഫ് 19/x 9/16 എക്സ്. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 9/16 എക്സ് മൈനസ് 1/4 19/x 9/16 എക്സ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 27x/64 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം 1/4 എക്സ്, അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം എടുത്തത്. സെക്കൻഡ് ടൈം 1/4 എക്സ് റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ എന്ത് കിട്ടി? 3/4 എക്സ് കിട്ടി. തേർഡ് ടേം ആയിട്ട് 9/16 എക്സ് കിട്ടി. ഫോർത്ത് ടൈം ആയിട്ട് 27x/64 എന്ന് പറയുന്ന സീക്വൻസ് ആയിട്ട് കിട്ടി, അല്ലേ? ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവുന്നതുകൊണ്ട് ചെക്ക് ചെയ്യണം.
T1, T2, T3 etc. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേം എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എക്സ് 3/4x 9/16x 27/64x എക്സെട്ര അങ്ങനെയുള്ളൊരു സീക്വൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണ്ടേ. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3/4x മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് x/4 എന്ന് കിട്ടും. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യുമ്പോൾ എന്താ കിട്ടും? 9x/16 മൈനസ് 3x/4. അത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 3/16 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആവുമോ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവുന്നുണ്ടോ? ഇല്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആകില്ല. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് ഡിഗിങ് എ വെൽ ആഫ്റ്റർ എവറി മീറ്റർ ഓഫ് ഡിഗിങ് വെൻ ഇറ്റ് കോസ്റ്റ് ₹150 ഫോർ ദ ഫസ്റ്റ് മീറ്റർ ആൻഡ് റൈസ് ബൈ ₹50 ഫോർ ഈച്ച് സബ്സിക്വൻറ്റ് മീറ്റേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വെല്ല് ഡിഗ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് മീറ്റർ ആദ്യത്തെ ഒരു മീറ്റർ ഡിഗ് ചെയ്യാനായിട്ട് ₹150 ആണ് ഈടാക്കുന്നത്. അതിനുശേഷമുള്ള ബാക്കി സെക്കൻഡ് മീറ്റർ തേർഡ് മീറ്റർ അങ്ങനെ ബാക്കി മുന്നോട്ട് ഡിഗ് ചെയ്ത് പോകാൻ വേണ്ടി 50 രൂപ വീതം എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മീറ്റർ ഡിഗ് ചെയ്യാൻ ₹150, 2 മീറ്റർ ഡിഗ് ചെയ്യണമെങ്കിൽ അപ്പം 150 പ്ലസ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്ന 50 200. അപ്പോൾ 3 മീറ്റേഴ്സ് ഡിഗ് ചെയ്യാനാണെങ്കിൽ 150 പ്ലസ് 50 പ്ലസ് 50. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ആയിട്ട് കിട്ടും. ഫസ്റ്റ് 150 പിന്നെ അതിൻ്റെ കൂടെ 50 കൂടെ 200 അതിൻ്റെ കൂടെ 50 കൂടെ 250. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് ഇങ്ങനെയായിരിക്കും 150 200 250 എക്സെട്ര. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പം 200 മൈനസ് 150 50 കിട്ടും. അതേപോലെ തന്നെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 250 മൈനസ് 200 50 തന്നെ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ആണ്. ഇതൊരു AP ആണ്. 150 200 250 ആ ഒരു സീക്വൻസ് വരാൻ കാരണം ഫസ്റ്റ് മീറ്ററിൽ 150 ബാക്കിയുള്ളതെല്ലാം 50 വീതം ആഡ് ചെയ്ത് പോകുന്നതുകൊണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട് എവറി ഇയർ വെൻ 10,000 rupees is deposited at compound interest at 8% per annum. അപ്പോൾ 10,000 rupees ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തേക്കുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 10,000 rupeesന് വേണ്ടി നമുക്ക് പലിശയായിട്ട് കിട്ടുന്ന ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ഇൻട്രസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്. അത് ആഡ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല നോക്കുന്നത്. അപ്പോൾ കൂട്ടുപലിശയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ എമൗണ്ട് ഓഫ് മണിയുടെ 10,000 ആണെന്ന് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണെന്നും തന്നിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 8% പലിശയ്ക്ക് 10,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ രീതിയിൽ കണക്ക് കൂട്ടണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടാം. 10,000 ഇൻറ്റു 8/10 ചെയ്യും. അപ്പോൾ എത്ര രൂപ? 800 രൂപയാണ് പലിശ. അപ്പം 10,000 രൂപ ഉണ്ടായിരുന്നു, 800 രൂപ പലിശ കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 10,000ഉം 800 ഇൻട്രസ്റ്റും. സെക്കൻഡ് ഇയർ ആകുമ്പം നമ്മൾ നോക്കേണ്ട പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 10,000 അല്ല. കാരണം 10,000 ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 800 രൂപ പലിശയും കൂടെ കിട്ടിയപ്പോൾ ഇപ്പോൾ 10,800 ആണ് പിന്നത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പലിശ വേണം നമ്മൾ കൂട്ടാൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും നമ്മൾ സെക്കൻഡ് കേസിൽ 10,800ൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് 10,000 ഇൻറ്റു 8/100 10,800 ഇൻറ്റു 8/100 ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 864 ആണ്. ഈ 864ഉം ഇപ്പോൾ ഉള്ള 10,800 ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അടുത്ത കേസിലെ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം വരാൻ. നമുക്കപ്പോൾ കിട്ടുന്ന സീക്വൻസ് 10,000 10,800 11,664 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് സീക്വൻസ് ആണോ നോക്കാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പം 800 കിട്ടും.
10,800 മൈനസ് 10,800. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യുമ്പം നമുക്ക് 800 കിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. അപ്പോൾ ഏതൊരു സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആകണമെങ്കിൽ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം.